കർണാടകയിൽ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നു. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്ന ഒരു നിയമം. അതും സ്ത്രീകൾക്ക് മാത്രം അവകാശപ്പെട്ടത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ തന്നെയാണത് എന്ന് വേണമെങ്കിൽ പറയാം എന്നുള്ളത്. അതായത് ആർത്തവ അവധിയാണ്. അതായത് വേതനത്തോടു കൂടിയ അവധി നൽകുന്നു എന്നുള്ളതാണ് മാഷിപ്പോൾ സംസാരിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. മാസത്തിൽ ഒരു സൈക്കിൾ, അത് ആ ദിവസങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ടിനെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു സർക്കാർ ഈ ഒരു നിയമം കൊണ്ടുവരുന്നു. ഒരു പക്ഷെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടായിരിക്കാം. എന്നിരുന്നാൽ പോലും ഇത് നടപ്പിലാക്കണമല്ലോ. ആ നടപ്പിലാക്കാനുള്ള ഒരു ആർജവം ഇത് സ്ത്രീകൾക്ക് വേണ്ടതാണ്. സ്ത്രീകളെ ലക്ഷ്യമിട്ടുള്ള വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ടായിരിക്കാം. എന്നിരുന്നാൽ പോലും മറ്റാരും ചിന്തിക്കാത്ത ഒരു കാര്യമാണിത്. ഇത് മാതൃകയാക്കേണ്ടതല്ലേ മാഷെ? തീർച്ചയായിട്ടും. എനിക്ക് തോന്നിയൊരു കൗതുകം ആദ്യം പറയാം. ഈ കുഴഞ്ഞു മറിഞ്ഞ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ഞാനും പ്രജിതായിട്ട് ഒരുപാട് സംസാരിക്കാറുണ്ട്, ഇൻ്റർനാഷണൽ പൊളിറ്റിക്സും ദേശീയ രാഷ്ട്രീയമൊക്കെ. പക്ഷേ ഇന്നത്തെ ഈ വാർത്തയോട് പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ പ്രജിതയുടെ മുഖത്ത് വിരിയുന്ന ഒരു പൂനിലാവുണ്ട്. അത് ഒരു 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 പെൺകുട്ടിക്ക് മാത്രം തോന്നുന്ന സവിശേഷമായ ഒരു ആനന്ദമാണ്. അത് ആനന്ദം എന്നതിലേറെ ആശ്വാസമാണ്. അത് എൻ്റെ മക്കൾക്കതുണ്ടാവും, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഭാര്യയ്ക്ക് അതുണ്ടാകും, എല്ലാവർക്കും അതുണ്ടാകും, പെങ്ങന്മാർക്ക് അതുണ്ടാകും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു പെണ്ണിന് മാത്രം മനസ്സിലാവുന്ന ഒരു വേദനയാണ് ഈ ആർത്തവം. സത്യത്തിൽ അത് ലോകം മുഴുവനുള്ള മാനവരാശി അങ്ങേയറ്റം ആദരവോടെ കാണേണ്ട ഒരു പ്രകൃതമാണ്. ഇപ്പോൾ പെണ്ണിന് ആർത്തവം ഉണ്ടാകുന്നു എന്നത് നമ്മൾ കാണുന്നത് അതെന്തോ പെണ്ണിൻ്റെ മാത്രം ഒരു ദൗർബല്യമായിട്ടാണ്. അങ്ങനെയല്ലല്ലോ, അത് ദൗർബല്യമല്ല, ശക്തിയാണ് ശരിക്കും. ആർത്തവം എന്ന് വെച്ചാൽ അമ്മയാണ്. ആർത്തവം ഇല്ലെങ്കിൽ അമ്മയില്ല, അമ്മയില്ലെങ്കിൽ മാനവരാശിയില്ല. അതുകൊണ്ട് മാനവരാശി സ്വന്തം മാതൃത്വത്തിന് കൊടുക്കുന്ന ഒരു ആദരവാണ് ഈ ആർത്തവത്തിന് കൊടുക്കേണ്ട ആദരവ്. അപ്പോൾ അതുകൊണ്ട് ആർത്തവത്തെ ആദരിക്കുക എന്ന് പറയുന്ന ഒരു കൾച്ചർ ആധുനിക ജനാധിപത്യ സമൂഹത്തിൽ വരേണ്ടതാണ്. അതിൻ്റെ മാതൃകയാണ് ഇപ്പോൾ കർണാടകക്കാർ. ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കട്ടെ, നല്ല പരിഷ്കാരങ്ങളൊക്കെ ആര് തുടക്കം കുറിച്ചാലുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ അതൊരു പയനിയർ പ്രോജക്റ്റ് ആയിരിക്കും. അതിൻ്റെ പിന്നാലെ ഫോളോ ചെയ്യാൻ ആളുകളുണ്ടാവും. അതിപ്പോൾ ആർക്കും ഇന്ത്യയിൽ ഇപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പോൾ കർണാടക ഗവൺമെൻറ് കാണിച്ചിരിക്കുന്ന മാതൃക ഈ മാസത്തിൽ ഒരു അവധിയാണ്. അത് എന്നാണ് ഒരു പക്ഷേ ആർത്തവം തുടങ്ങുന്ന ദിവസമാണ്. എൻ്റെ മക്കൾ പറഞ്ഞേക്കാം, ഈ തുടങ്ങുന്ന ദിവസം ഭയങ്കര തലവേദനയും പെയിനും പിന്നെ മാനസികമായി ഉണ്ടാക്കുന്ന ഒരു സ്ട്രെയിൻ ഉണ്ടല്ലോ, സ്ട്രെസ് ഉണ്ട്. അന്ന് ജോലിക്ക് പോകാതിരിക്കാൻ ഒരു ദിവസത്തെ ലീവ്, അന്ന് ഇപ്പോൾ 5 ദിവസമൊക്കെ മിനിമം ഉണ്ടാവുമല്ലോ അല്ലേ, ആർത്തവം 5 6 അല്ലേ, 5 ദിവസമെങ്കിലും ഉണ്ടാവും. അപ്പോൾ 5 ദിവസം ലീവ് കിട്ടാതെ, അതാണ് ഇതിനെ എതിരാളികൾ, ഇതിൻ്റെ രാഷ്ട്രീയ വിമർശനം ആലോചിച്ച് നോക്കൂ. 5 ദിവസമോ 6 ദിവസമോ ആർത്തവം ഉള്ളപ്പോൾ എന്തിനാ ഒരു ദിവസം അവധി? എന്നാൽ ഒരു ദിവസമെങ്കിലും കൊടുക്കടോ, എന്നിട്ടല്ലേ പറയേണ്ടത്. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് ഈ സ്ട്രെയിൻ തുടങ്ങുന്ന ദിവസം, ഈ ഭയങ്കരമായ സ്ട്രെസ് തുടങ്ങുന്ന ദിവസം, അന്നൊരു ആശ്വാസത്തോടെ ചൂടുവെള്ളം ഒക്കെ കുടിച്ച് വീട്ടിലിരിക്കാൻ പറ്റിയാൽ ഒരു ആശ്വാസം കിട്ടുന്ന ആളെ, നിരന്തരമായ സ്ട്രെസ്സുള്ള ജോലി ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ചും IT മേഖല ഒരിക്കലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ പറയുന്നത് അത് നിങ്ങൾ അനുഭവിച്ചവർ തന്നെ പറയുമ്പോഴേ ഞങ്ങളത് മനസ്സിലാക്കുള്ളൂ. അപ്പോൾ ഇത് സ്ത്രീകൾ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഒട്ടാകെ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കേണ്ടത് ഏത് പാർട്ടി ചെയ്യുന്നു, ഏത് സംസ്ഥാനം ചെയ്യുന്നു എന്നുള്ളതല്ല, നമ്മുടെ നാട് ആര് ഭരിക്കുന്നുവോ അവരുടെ മുമ്പിൽ അതിശക്തമായ ആവശ്യമായി ഉന്നയിക്കേണ്ട ഒന്നാണ്. കേരളത്തിലാണെങ്കിൽ പേഴ്സൻറ്റേജ് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പണിയെടുക്കുന്ന നാടാണ് കേരളം. അത് മാത്രമല്ല മാഷെ, കേരളത്തിൽ ഇത് നടപ്പാക്കണ്ടേ? കാരണം ആർത്തവം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എന്താണ് അന്ന് നടത്തിയത്? സത്യത്തിൽ അതായിരുന്നോ നടത്തേണ്ടിയിരുന്നത്? ഇത്തരത്തിലൊരു നിയമ നിർമ്മാണം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കാര്യം കൊണ്ടുവരികയാണ്, പ്രാബല്യത്തിൽ കൊണ്ടുവരികയായിരുന്നു അന്ന് സർക്കാർ ചെയ്തിരുന്നതെങ്കിൽ. അതെ, തീർച്ചയായിട്ടും. അതിൻ്റെ 2 കാര്യം വളരെ കറക്റ്റാണത്. ശബരിമല അയ്യപ്പൻ എന്ന ദൈവത്തിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസിലാണ് യൗവനയുക്തകളായ സ്ത്രീകൾ എന്നെ കാണാൻ വരരുത് എന്ന ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അത് ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെയോ കൽപ്പനയല്ല. ഇവിടുത്തെ ഒരു ജാതി കോമരങ്ങളും കൽപ്പിച്ചതല്ല. ഇവിടുത്തെ ആൺകോയ്മക്കാരൊന്നും കൽപ്പിച്ചതല്ല. ദൈവത്തിൻ്റെ ശാസന ദൈവത്തിൻ്റെ ഭക്തന്മാർ സ്വീകരിക്കുന്നു എന്നതുകൊണ്ട് നൂറ്റാണ്ടുകളായിട്ട് ആചരിച്ചു വരുന്ന ഒരു ആചാരം മാത്രമാണ്. അതിനെതിരായിട്ടല്ല ആർത്തവം വിളിക്കേണ്ടത്. ആർത്തവം വിളിക്കേണ്ടത് ആർത്തവം ഞങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ്, അത് ഞങ്ങളുടെ സ്ത്രീത്വമാണ്, അത് ഞങ്ങൾ മാനവരാശിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സഹനമാണ്. വലിയ സഹനം തന്നെയാണ്. ഞാൻ എൻ്റെ മക്കളെ അനുഭവിക്കുന്നത് കാണുമ്പോൾ കഷ്ടം തോന്നാറുണ്ട് എനിക്ക്. മക്കളെ പറഞ്ഞില്ലേ, അപ്പോൾ അങ്ങനെ ഒരു ആർത്തവം പോലുള്ള സമരങ്ങളൊക്കെ നടക്കേണ്ടത് ഇതിനാണ്. അതൊരു നിമിത്തമാകട്ടെ. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താ നിയമം എന്ന് വെച്ചാൽ, സർക്കാർ സർവീസിലും എയ്ഡഡ് സർവീസിലും ഈ പറഞ്ഞ സ്വകാര്യ മേഖലയിലും ഒക്കെ പണിയെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും
അവരുടെ അവകാശമായി വരികയാണ്. മുഴുവൻ ജോലിക്കാർക്കും പണിയെടുക്കുന്ന കാലം മുഴുവനും ഒരു വലിയ ഉപകാരമുണ്ട്. ഒരു ദിവസം അവർക്ക് ഈ ദിവസം ലീവ്, ഇതിനു വേണ്ടി മാത്രം ലീവ് എടുക്കാം. ഇതിൻ്റെ പേരിൽ ഒരു റെസ്റ്റ്, പ്രസവത്തിന് കൊടുക്കുന്ന അവധിയൊക്കെ, അത് പ്രസവത്തിന് അവധി കൊടുക്കുമ്പോൾ, പ്രസവം എന്ന് പറയുന്നത് നമ്മൾ എന്നെങ്കിലും ഒരിക്കൽ, ഇപ്പോൾ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ 4-5 കൊല്ലം കൂടുമ്പോൾ ഒരിക്കൽ, അതും ജീവിതത്തിൽ 2 തവണ അല്ലേ, കൂടി വന്നാൽ 2-3 തവണ മാത്രം അനുഭവിക്കേണ്ടി വരുന്ന ഒരു ലീവാണ്. അന്ന് അനുഭവിക്കേണ്ടി വരുന്ന സ്ട്രെസ്സും സ്ട്രെയിനുമാണ്. അന്ന് ലീവ് കൊടുക്കണം തീർച്ചയായിട്ടും. ഇപ്പോൾ അവരുടെ ഭർത്താക്കന്മാർക്ക് പോലും കൊടുക്കുന്നു ആ സമയത്ത്. അതെ, പുരുഷന്മാർക്ക് സ്ത്രീകളെ പരിചരിക്കാനാണത്, അവരെ ശുശ്രൂഷിക്കാനാണ്, അവരെ തലോടി കൊടുത്ത് ആശ്വസിപ്പിക്കാനാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ അവധി കൊടുക്കുന്ന കാലത്ത് ഒരു പെണ്ണ് മാത്രം അനുഭവിച്ച് തീർക്കേണ്ട സങ്കടവും വേദനയും ഈ സംഘർഷവുമാണ് ഈ ആർത്തവം. ആ ആർത്തവത്തിൻ്റെ ദിവസം, ഒരു ദിവസം തുടങ്ങുന്ന ദിവസമെങ്കിലും ഒരു ദിവസം ഒന്ന് ഫുള്ളി റെസ്റ്റ് എടുത്തിട്ട് ആശ്വസിച്ചിട്ട് പിറ്റേന്ന് നല്ല ഫ്രഷായിട്ട് പോകാൻ പറ്റിയാൽ അത് വലിയ കാര്യമായിരിക്കും. അതുകൊണ്ട് കേരള ഗവൺമെൻറ് ഇത് അടിയന്തരമായിട്ട് കർണാടക വളരെ അടുത്താണ്, അധികം ദൂരമൊന്നുമില്ല. അതിവേഗത്തിൽ കർണാടകയിലെ കാറ്റ് കേരളത്തിലേക്ക് ആഞ്ഞു വീശിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവിടെ ഈ നവോത്ഥാനം എന്ന് പറഞ്ഞിട്ട് മതിൽ തീർത്താൽ മതിയാവില്ല. പക്ഷെ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ മതിൽ തീർക്കുക മാത്രമല്ല, അത് വേറൊരു രീതിയാണ്. ഇപ്പോൾ ഈ ആർത്തവത്തിൽ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമരത്തെ ഇങ്ങനെയാണോ നോക്കിക്കാണേണ്ടത്? ഇതിനെ നോക്കിക്കാണേണ്ട രീതി തന്നെ വേറെയാണ്. അത് ഈ സഖാക്കളായിട്ടുള്ള പെൺകുട്ടികൾക്ക് പോലും അത് മനസ്സിലായില്ല എന്നുള്ളതാണ്. ഇപ്പം മാഷ് പറഞ്ഞല്ലോ, ഇത് ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത് എന്തുകൊണ്ട് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല? കാരണം ഇവരിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യം വേറെയായിരുന്നു. അതേസമയം ഈ പെൺകുട്ടികൾ പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾ വളരുകയാണ്, ഞങ്ങൾ ഇനി ജോലിക്ക് പോകേണ്ടതുണ്ട്, അപ്പം ഞങ്ങൾക്ക് വേണ്ടത് ഇങ്ങനെ ഒരു അവധിയാണ് സർക്കാരെ, ഈ അവധി ഞങ്ങൾക്ക് തരൂ. എന്നിട്ട് ഇത്തരത്തിലുള്ള എന്താ പറയാ, എന്താണ് അതിന്റെ കവാടത്തിൽ കൊത്തിവെച്ചിരുന്നത്? ഇങ്ങനെയല്ല അതിനെ ഒരു വ്യാഖ്യാനിക്കേണ്ട രീതി പോലും ഉണ്ടായിരുന്നു. അതിന് ഈ പുരോഗമന പ്രസ്ഥാനങ്ങളുടെയൊക്കെ അന്തഃപുരങ്ങളിൽ എന്താണ് സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ സ്ഥിതി? മൊത്തം അടിമകൾ, ആ അടിമകൾക്കകത്ത് തന്നെ, പാർട്ടിയുടെ അടിമകൾ തന്നെ ആണധികാരം പ്രയോഗിക്കുന്ന ഇരകളായി തീരുകയല്ലേ പെൺകുട്ടികൾ? അവർക്ക് എവിടെയാണ് അവകാശമുള്ളത്? ആ തരത്തിലാണ്. അപ്പോൾ അവർ അങ്ങനെ ചിന്തിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇത് എല്ലാ സംസ്ഥാനങ്ങളും മാതൃകയാക്കേണ്ടതാണ്, എല്ലാ പാർട്ടികളും മാതൃകയാക്കേണ്ടതാണ്. ആ പാർട്ടികളുടെയൊക്കെ ഉള്ളിൽ പുതിയ സമരങ്ങൾ ഉരുത്തിരിഞ്ഞ് വരേണ്ടതാണ്. പ്രത്യേകിച്ചും കേരളം ഇപ്പോൾ എത്തി നിൽക്കുന്നൊരവസ്ഥയുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യക്ക് മൊത്തം ചിത്രം എടുക്കുമ്പോൾ ഈ സ്ത്രീ മുന്നേറ്റം വളരെ വളരെ പ്രകടമായി മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ നമ്മൾ പറയുന്ന ഈ ജെൻഡർ ജസ്റ്റിസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടോ കേരളത്തിലാകെ നടക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ക്യാമ്പയിൻ, ഇപ്പോൾ നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ കിയോസ്കുകൾ വന്നു. ഈ മെൻസ്ട്രുവൽ എന്താണ് പറയുക, പാഡുകൾക്ക് കിയോസ്കുകൾ വന്നു. അത് നിക്ഷേപിക്കാനും അത് സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ വന്നു. അതിലേറെ ഇപ്പോൾ പല പഞ്ചായത്തുകളിലെയും പ്രോജക്റ്റ് എന്താണെന്ന് പറയുക, ഞാനിപ്പോൾ മലബാറിൽ നിന്ന് പോരുമ്പോൾ പല നോട്ടീസുകളും കണ്ടു, പലയിടത്തും ബോർഡ് കണ്ടു, മെൻസ്ട്രുവൽ കപ്പ് വിതരണം സൗജന്യമാണ്, മെൻസ്ട്രുവൽ കപ്പ്. അപ്പോൾ ആ രംഗത്തൊക്കെ നമ്മൾ മുന്നേറുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ അപ്പോഴും ഇൻഡിവിജ്വലായിട്ട് ഭരണകൂടം ഇവർക്ക് കൊടുക്കുന്ന അവകാശങ്ങൾ അത് പ്രധാനമാണല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ മെൻസ്ട്രുവൽ കപ്പോ മെൻസ്ട്രുവൽ പാഡോ സാനിറ്ററി പാഡോ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മുടെ ഫ്രീഡമാണ്. മറ്റേത് അങ്ങനെയല്ല. ഒരു ഭരണകൂടം സ്ത്രീത്വത്തിനും ആർത്തവത്തിനും കൊടുക്കുന്ന ആദരവാണ്. അത് ചെറിയ കാര്യമല്ല. ഒരു നിയമം നിർമ്മിക്കുന്നു എന്ന് പറയുന്ന ഒരു ദിവസം അവധി കിട്ടുന്നു എന്നുള്ളതല്ല. അതിനേക്കാളേറെ ഒരു സ്റ്റേറ്റ്, എന്നെ സംരക്ഷിക്കുന്ന ഭരണകൂടം പുരുഷന്മാരെക്കാൾ സംരക്ഷണവും ശ്രദ്ധയും സ്ത്രീകൾക്ക് കൊടുക്കുന്നു. കാരണം അവൾ അമ്മയാണ്. ആ കൊടുക്കുന്ന പരിഗണനയാണ് ഇതിൻ്റെ അർത്ഥം. അത് സ്ത്രീത്വത്തിന് കൊടുക്കുന്ന വലിയ 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 ആദരവാണ്. അങ്ങനെ കാണാൻ നമുക്ക് പറ്റണം. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇത് വേണമെങ്കിൽ ദേശീയ തലത്തിലും പരിഗണിക്കേണ്ടതാണ്. ദേശീയ തലത്തിൽ പരിഗണിക്കാൻ ഒരു പക്ഷേ സാധ്യതയുള്ള ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാരാണ് ഇപ്പോൾ നാട് ഭരിക്കുന്നത്. കാരണം ഈ സ്വാതന്ത്ര്യം കിട്ടി ഇന്ന് വരെ സ്ത്രീ സംവരണത്തെക്കുറിച്ച് നിയമം കൊണ്ടുവന്നപ്പോൾ തീർച്ചയായിട്ടും രാജീവ് ഗാന്ധിയുടെ ഇത് പഞ്ചായത്തി രാജ് നഗരപാലിക ബില്ല് വന്നു. അപ്പോൾ അടുത്ത ചോദ്യം വന്നു, ഇത് പഞ്ചായത്തിൽ മതിയോ? ആദ്യം 1/3 വന്നു, ഇപ്പോൾ 50%, പകുതിയായി. അതിൻ്റെ കൂടെ വന്നൊരു ചോദ്യമാണ്, ഈ വലിയ പരമാധികാര സഭകൾ ഏതാണ്? നിയമസഭയും ലോക്സഭയും ആണല്ലോ, അവിടെ എന്താണ് വരാത്തതെന്ന് ചോദ്യം വന്നു. അതിനെക്കുറിച്ച് പാർലമെൻറ്റിൽ ബില്ല് വരുമ്പോഴൊക്കെ എല്ലാ പാർട്ടി നേതാക്കന്മാരും മൂത്രമൊഴിക്കാൻ പോകും. വളരെ സൗകര്യപൂർവ്വം ഒളിച്ചു കളിച്ചു.
നരേന്ദ്രമോദി വന്നു, നിയമമാക്കി 2009. അപ്പോൾ നമുക്ക് 2029. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് സെൻസസ് നടന്നില്ലല്ലോ, അതുകൊണ്ടാണ് നീണ്ടുപോകുന്നത്. 2029 നടപ്പ് വരും. വലിയ മാറ്റമായിരിക്കും പ്രജിത വരാൻ പോണത്. കേരള നിയമസഭയിലേക്ക് 140 പേര്, 50 പേര് സ്ത്രീകൾ നയിക്കും. ചെറിയ മാറ്റമല്ല ഉണ്ടാകാൻ പോകുന്നത്. അത് ഇന്ന് 50 ആണെങ്കിൽ നാളെ 70 ആവും. കാരണം മിനിമം 50% പോകേണ്ടി വരും. ഇന്ത്യയിൽ പാർലമെൻറ്റിലേക്ക് 540 ഒന്ന് ആലോചിച്ച് നോക്കും, 300 പേര് സ്ത്രീകൾ പടപടയായിട്ട് പോകുന്നത് നമ്മൾ കാണും. വലിയ മാറ്റമാണ് വരാൻ പോകുന്നത്. ആ മാറ്റത്തിന് ചുക്കാൻ പിടിച്ച ആളാണ് നരേന്ദ്രമോദി. നമ്മൾ നല്ല കാര്യങ്ങളെ നല്ലതായിട്ട് കാണണം. ഒരു പക്ഷേ നരേന്ദ്രമോദി സർക്കാരിൻ്റെ മുമ്പിൽ ഇത്തരം ഒരു നിവേദനവുമായിട്ട് രാജ്യത്തെങ്ങുമുള്ള വനിതകളും തൊഴിലാളി സംഘടനകളും സ്ത്രീ പ്രസ്ഥാനങ്ങളും ഒക്കെ ഒരു നിവേദനം സമർപ്പിച്ചാൽ യാതൊരു മടിയും കൂടാതെ നടപ്പാക്കാനും സാധ്യതയുണ്ട്. അത്തരം ഒരു നിയമനിർമ്മാണത്തിനുള്ള നാന്ദി കൂടി ആവട്ടെ ഇത്. തീർച്ചയായിട്ടും ഇത് ഒരു അമ്മയ്ക്ക്, ഒരു വീട്ടമ്മയ്ക്ക് ഒരു ദിവസം ലീവ് എടുത്ത് വീട്ടിലിരിക്കാനുള്ള ആ സമാശ്വാസത്തിൻ്റെ നിയമമല്ല, മറിച്ച് സ്ത്രീ ഈ രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന മഹാശക്തിയാണ് എന്ന് തിരിച്ചറിയുന്ന രാജ്യത്തിൻ്റെ നിർണായകമായൊരു നിയമനിർമ്മാണം തന്നെയാണ്. അത് ആര് നിർമ്മിച്ചാലും, കർണാടക ആര് ഭരിച്ചാലും ആ ഗവൺമെൻറ്റിനെ നമ്മൾ അഭിനന്ദിക്കും. തീർച്ചയായിട്ടും അത് മാതൃകയാക്കാൻ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും കേന്ദ്ര ഗവൺമെൻറ്റിനെയും നമ്മൾ വെല്ലുവിളിക്കുകയും ചെയ്യും. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.